ഹലോ പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ മലയാളം എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് 4000 മണിക്കൂറും 1000 സബ്ബോ അല്ലാന്നുണ്ടെങ്കിൽ 1000 സബ്ബും ഒരു 10 മില്യൺസ് വ്യൂസും ഒക്കെ കിട്ടി നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇതുപോലെ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞു വന്ന് നമ്മുടെ മോണിറ്റൈസേഷൻ റിജക്ട് ചെയ്താൽ, റീയൂസ്ഡ് കണ്ടന്റ് എന്ന് വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കണ്ടന്റ്, അതായത് നിങ്ങളുടെ കണ്ടന്റ് ഒറിജിനൽ ആണെങ്കിൽ, നിങ്ങളുടേത് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കേവലം ഒരു 15 ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ മോണിറ്റൈസേഷൻ തിരിച്ചെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മോണിറ്റൈസേഷൻ നമുക്ക് കിട്ടും എന്നുള്ളതിൽ 100% ഉറപ്പാണ്. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനുവേണ്ടി നമ്മുടെ വീഡിയോ നമ്മൾ അപ്പീൽ ചെയ്യണം എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, എന്താണ് റീയൂസ്ഡ് കണ്ടന്റ് എന്നുള്ളത്? പലരുടെയും മനസ്സിൽ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവന്റെ വീഡിയോസ് ഇടുക എന്നുള്ളത് മാത്രമാണ്. അല്ല, ആ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് വ്യക്തമായി അറിഞ്ഞിരിക്കണം. എന്താണ് റീയൂസ്ഡ് കണ്ടന്റ് എന്നുള്ളത്? മറ്റുള്ളവരുടെ വീഡിയോസ് ഇടുക, നിങ്ങളുടെ വീഡിയോസ് തന്നെ നിങ്ങൾ 2 പ്രാവശ്യം ഇടുക, കാര്യമായ മാറ്റങ്ങളില്ലാതെ വീഡിയോസ് ഇടുക എന്നുള്ളത്. അതായത് ഒരു കാര്യമായ മാറ്റങ്ങളൊന്നുമില്ലാതെ ഒരു വോയിസ് ഓവറും കാര്യങ്ങളും എല്ലാം ചേർത്തുകൊണ്ട് വീഡിയോസ് ഇടുക, മറ്റുള്ളവരുടെ ഓഡിയോസ്, അതായത് നിരന്തരമായിട്ട് മറ്റുള്ളവരുടെ ഓഡിയോസ് കോപ്പിറൈറ്റ് മ്യൂസിക്കുകൾ കാര്യങ്ങൾ ഉപയോഗിക്കുക, ഇതെല്ലാം റീയൂസ്ഡിൽ പെടും എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു കാര്യം കൂടെ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക, റീയൂസ്ഡ് കണ്ടന്റ് എന്നുള്ളത് ഒരിക്കലും നിങ്ങളുടെ ചാനലിന്റെ ഒരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്തതിന് ശേഷം അത് നമ്മൾ അപ്ലോഡ് ചെയ്യുകയും അതിനുശേഷം കോപ്പിറൈറ്റ് വന്നോ എന്ന് അവിടെ എത്തി നോക്കുന്ന പലരും ഉണ്ട്. കോപ്പിറൈറ്റ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിചാരം എന്താണത്? ഓക്കെ, ഇത് നമ്മുടെ വീഡിയോസ് ആണ്, പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. എങ്കിൽ പ്രത്യക്ഷത്തിൽ കുഴപ്പമില്ലെങ്കിലും നിങ്ങൾക്ക് അത് പരോക്ഷമായിട്ട് ഭയങ്കരമായിട്ട് നിങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത്തരം വീഡിയോസുകൾ കുമിഞ്ഞു കൂടുമ്പോഴാണ് റീയൂസ്ഡ് കണ്ടന്റ് എന്നുള്ള സംഭവം അവിടെ ഉടലെടുക്കുന്നത് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. മോണിറ്റൈസേഷൻ ചെയ്യുന്നു, മോണിറ്റൈസേഷൻ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യുന്നു. ഉടൻ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ നിരപരാധിയാണ്. കാരണം നമ്മൾ ഒരു വീഡിയോസും മറ്റുള്ളവരുടെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കേണ്ട സ്റ്റെപ്പാണെന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾ അപ്പീൽ ചെയ്യുക എന്നുള്ളതാണ്. അതിനായി നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ തുറക്കുക. യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഏറ്റവും അടിയിൽ ഏൺ എന്നുള്ള ഭാഗം കിടക്കുന്നുണ്ടാവും. ആ ഭാഗത്തായിരിക്കും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടിയോ ഇല്ലയോ ഒക്കെ അറിയുക. അവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തെളിഞ്ഞു വരും. അതാണ് അപ്പീൽ ബട്ടൺ എന്ന് പറയുന്നത്. ഈ അപ്പീൽ ബട്ടൺ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞെക്കുക. ഞെക്കിയ സമയത്ത് തന്നെ നിങ്ങളോട് അവിടെ അപ്പീൽ ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ മുതലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പീൽ വീഡിയോ നിങ്ങൾ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളൊരു വീഡിയോസ് ഉണ്ടാക്കി അത് അപ്ലോഡ് ചെയ്യുക, അൺലിസ്റ്റഡ് ആക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ഈ അൺലിസ്റ്റഡ് ആക്കി വെച്ച വീഡിയോയുടെ ലിങ്ക് ആണ് നിങ്ങൾ ഇവിടെ അപ്പീലിന്റെ ഈ സ്ഥലത്ത് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പീൽ ചെയ്യുന്ന വ്യക്തികൾ എന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം? പ്രധാനമായും 5 കാര്യങ്ങളാണ് നിങ്ങൾ അപ്പീൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ 5 കാര്യങ്ങൾ വളരെ ലളിതമായി പറഞ്ഞു തരാം. ഇതിൽ ആദ്യത്തെ കാര്യം തന്നെ നിങ്ങളുടെ ഭാഷ, ലാംഗ്വേജ് നിങ്ങളുടേത് ഇംഗ്ലീഷിൽ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും, ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളം, അറബിക്, ഹിന്ദി, എനി ലാംഗ്വേജ്, ചൈനീസ്, എനി ലാംഗ്വേജിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാനൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്, കാണുക. നിങ്ങൾ വളരെ ലളിതമായി ഞാൻ പറയാം, നിങ്ങൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ആണെങ്കിൽ അതിന് സബ്ടൈറ്റിൽ കൊടുത്തുകൊണ്ട് പോവുക എന്ന് മാത്രമാണ്. ഇംഗ്ലീഷിലാണ് കൊടുക്കേണ്ടത്. കാരണം യൂട്യൂബിന്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ആയതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാനും മനസ്സിലാകാനും സാധിക്കും എന്നതിനാൽ ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ഇംഗ്ലീഷിൽ കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളുടെ ദയാധീനതകൾ അവരെ അറിയിക്കാതെ, കാരണം വലിച്ചു നീട്ടി സാറേ അപ്പീൽ തരണേ എന്ന് വലിച്ചു നീട്ടി പറയാതെ 5 മിനിറ്റിൽ കുറച്ച് വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനൊക്കെ ഒരു മാക്സിമം നമുക്കൊരു അപ്പീൽ വീഡിയോസ് വന്നു കഴിഞ്ഞാൽ 3 മിനിറ്റിനുള്ളിൽ അത് ഒതുക്കാറുണ്ട്. കാരണം ഒരുപാട് സമയം അവരെ മെനക്കെടുത്താതെ ഉള്ള കാര്യം പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 3 മിനിറ്റിൽ ആക്കി ചുരുക്കിക്കൊണ്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി 4ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 4ാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ചാനൽ URL ഒരു 30 സെക്കൻഡെങ്കിലും നിങ്ങൾ മിനിമം നിങ്ങളുടെ ഈ ഒരു അപ്പീൽ പറയുന്ന സമയത്ത് നിങ്ങൾ വീഡിയോയിൽ കാണിക്കണം എന്നുള്ളതാണ്. ഈ ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർത്തു വെക്കുക. മിനിമം 30 സെക്കൻഡ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇനി അടുത്ത ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നിങ്ങൾ തന്നെയാണോ ഇതെന്ന് മനസ്സിലാക്കാൻ, നിങ്ങളാണ് ഓണർ എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ മുഖം വ്യക്തമായിരിക്കണം. നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങളുടെ മുഖം വളരെ കൃത്യമായിരിക്കണം എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഫേസ് കാണിച്ചുകൊണ്ടായിരിക്കണം ഈ വീഡിയോസ് ചെയ്യേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ നിങ്ങളുടെ ഫേസ് കാണിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പേര്, കാര്യങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ട്, ചാനലിന്റെ പേരടക്കം പറഞ്ഞുകൊണ്ട്, ഞാനാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ഇൻട്രൊഡ്യൂസിങ്. ആ ഇൻട്രൊഡ്യൂസിങ് എന്താണെന്നുള്ളത് ലളിതമായി ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അപ്പൊ ഇനി ഏറ്റവും അവസാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, അവസാനമായി നിങ്ങൾ ഏത് ആപ്പിലാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതും മാത്രമല്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ക്യാമറയും
കാര്യങ്ങളും ലാപ്പും എല്ലാം കാണിച്ചുകൊണ്ട് ഈ ഒരു ക്യാമറയിലാണ് ഈ ഒരു ആപ്പിലാണ് ഞാൻ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നത് എന്ന് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അവരെ ഒരു വോയിസ് ഓവർ രൂപത്തിൽ ഇത്തരം കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് നിങ്ങൾ ഇതുകൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അപ്പീൽ ഇവിടെ പൂർണ്ണമായി എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു അപ്പീൽ നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഈ കാര്യങ്ങളെല്ലാം ചേർത്തിക്കൊണ്ട് നിങ്ങളുടെ വീഡിയോസ് അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം, നമ്മളിങ്ങനെ ഒരു വീഡിയോസ് അൺലിസ്റ്റഡ് ആയി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് യൂട്യൂബ് കണ്ടോ ഇല്ലയോ എന്നൊരു സംശയം നമുക്ക് തീർച്ചയായിട്ടും വരും. ഇവിടെ നിങ്ങൾക്ക് യൂട്യൂബ് ഇത് കണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ നിങ്ങൾ ഇഷ്ടമൊന്ന് YT സ്റ്റുഡിയോ അനലിറ്റിക്സ് എടുത്ത് നോക്കിയാൽ മതി. അവിടെ ഒരു വ്യൂസോ 2 വ്യൂസോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അതായത് പുറത്തു നിന്ന വ്യൂസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് യൂട്യൂബ് കണ്ടു, യൂട്യൂബ് ടീം നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഞാൻ എന്താണ് നിങ്ങൾ അപ്പീൽ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ലളിതമായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ടുള്ളത് ലളിതമായിട്ടൊന്ന് പറഞ്ഞു തരാം. ഇത് വളരെയധികം സിമ്പിൾ ആണ്. പലപ്പോഴും യൂട്യൂബിന്റെ വർക്കുകൾ നമ്മുടെ കയ്യിൽ വരുമ്പോൾ അപ്പീൽ വർക്കുകളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ അത്തരം വീഡിയോസുകൾക്ക് ഒരുപക്ഷെ ഫേസ് കാണിക്കാതെ ആയിരിക്കും വീഡിയോസ് ചെയ്യുന്നുണ്ടാവുക, AI ആയിട്ടായിരിക്കും വീഡിയോസ് ചെയ്യുക. എങ്കിലിരുന്നാൽ പോലും ഈ യൂട്യൂബ് ചാനലിന്റെ ഒറിജിനൽ ഓണറെ കൊണ്ട് തന്നെ ഞാൻ മിക്കവാറും ഈ വീഡിയോസുകൾ ചെയ്യിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്റെ അപ്പീൽ വീഡിയോസുകൾ മാക്സിമം അതായത് 90% സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, സക്സസ്ഫുൾ ആകും എന്നുള്ള അപ്പീൽ വീഡിയോസുകൾ മാത്രമേ ഞാൻ മാക്സിമം എടുത്ത് ചെയ്യാറുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വളരെ ലളിതമാണ് എന്നുള്ളതാണ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇനി എന്താണ് ഈ അപ്പീൽ വീഡിയോ എന്നുള്ളത് ഞാനൊന്ന് ഇവിടെ വരെ വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഇതിന്റെ ഒരു മാറ്റർ ഇവിടെ മലയാളത്തിൽ ഇങ്ങനെ വിടുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഹലോ യൂട്യൂബ് ടീം, എന്റെ പേര് ഷറഫ് AVS എന്നാണ്. എന്റെ ചാനലിന്റെ പേര് യൂട്യൂബ് സൊല്യൂഷൻ മലയാളം എന്നാണ്. എന്റെ ചാനൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തപ്പോൾ റീയൂസ്ഡ് കണ്ടന്റ് എന്ന കാരണത്താൽ എന്റെ മോണിറ്റൈസേഷൻ റിജക്ട് ചെയ്തു എന്നുള്ളതാണ്. എന്റെ ചാനലിന്റെ എല്ലാ കണ്ടന്റുകളും ഞാൻ തന്നെ നേരിട്ട് നിർമ്മിക്കുന്നതിനാൽ എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട് ഒരു റീയൂസ്ഡ് കണ്ടന്റും ഞാൻ എന്റെ വീഡിയോസിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത്. ഞാൻ എങ്ങനെയാണ് വീഡിയോസ് നിർമ്മിക്കുന്നത് എന്നുള്ളത് ഞാൻ ലളിതമായി നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. നിങ്ങൾ വീഡിയോസ് ലാപ്ടോപ്പിൽ ഏതാണ് ലാപ്പ് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഏത് ആപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നെല്ലാം നിങ്ങൾ ചേർക്കേണ്ടത്. ഇവിടെ മുതൽ നമുക്ക് വീണ്ടും തുടങ്ങാം. ഞാൻ ഉപയോഗിക്കുന്ന ആപ്പ് കൈൻമാസ്റ്റർ എന്നുള്ള ആപ്പാണ്. അത്രയും കാലം ഒരു റീയൂസ്ഡ് കണ്ടന്റ് പോലും എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. ആയതിനാൽ യൂട്യൂബ് ടീം എന്റെ ഈ ഒരു അപ്പീൽ പരിശോധിച്ച് എന്റെ മോണിറ്റൈസേഷൻ തിരിച്ചു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഒരു യൂട്യൂബ് അപ്പീൽ ചെയ്യേണ്ടത്. ഇതിന്റെ ഇംഗ്ലീഷ് മാറ്ററാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇത് സെയിം ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ഉള്ള ഇംഗ്ലീഷ് ആണ്. ഇത്ര മാത്രമാണ് ഒരു അപ്പീൽ ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യൂട്യൂബ് പരമായിട്ടുള്ള ഇനി നിങ്ങൾക്ക് ഈ അപ്പീൽ ചെയ്യാൻ അറിയില്ല, മോണിറ്റൈസേഷനായി യൂട്യൂബ് പരമായിട്ടുള്ള എല്ലാവിധ വർക്കുകളും നമ്മൾ ഇവിടുന്ന് ചെറിയൊരു പേയ്മെന്റിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആർക്കും താല്പര്യമുള്ളവർക്ക് ആർക്കും എൻ്റെ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് യൂട്യൂബ് പരമായിട്ടുള്ള എല്ലാ വർക്കുകളും നമ്മൾ ഇവിടുന്ന് മോണിറ്റൈസേഷൻ വർക്കായാലും നിങ്ങളുടെ ചാനൽ ഹാക്ക് ആയി പോയാലും നിങ്ങളുടെ ചാനൽ സെറ്റിംഗ്സ് ആയാലും നിങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്യാനായാലും അതുപോലെ തന്നെ അപ്പീൽ ആയാലും റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം ആയാലും എനി വർക്കായാലും നിങ്ങൾക്ക് യൂട്യൂബ് പരമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എല്ലാ വർക്കുകൾക്കും യൂട്യൂബ് സൊല്യൂഷൻ മലയാളം എന്ന ഈ ചാനലിന്റെ ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും ചെറിയൊരു പേയ്മെന്റോട് കൂടി ഞങ്ങൾ ഇവിടുന്ന് ചെയ്തു തരുന്നതാണ്. നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന പുതിയൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.